സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വരാൻ കാരണം ഓർത്തോ സഭയുടെ നന്മ പ്രവർത്തികളെ ഓർത്തുകൊണ്ടാണ്. അതിനെക്കുറിച്ച് അല്പം വിശദീകരിക്കാനാണ്. ഇന്ന് ദിയസ്കോറോസ് മെത്രാൻ ഒരു മീറ്റിങ്ങിൽ, എവിടെയോ മർത്തമറിയ സമാജത്തിൻ്റെ മീറ്റിങ്ങിലായിരിക്കും പ്രസംഗിച്ചത്. അദ്ദേഹം എക്സാമൊക്കെ എഴുതിക്കുന്നുണ്ട് പെണ്ണുങ്ങളെ കൊണ്ട്, മർത്തമറിയ സമാജ പെണ്ണുങ്ങളെ കൊണ്ട്. അവരോട് പറയുന്നത്, അവർക്കിപ്പോൾ ഒരു പുസ്തകം എഴുതി കൊടുക്കാൻ പോകുന്നു. ആ പുസ്തകം വായിച്ചിട്ട്, നല്ലപോലെ വായിച്ചിട്ട് എഴുതി ഫസ്റ്റ് റാങ്ക് മേടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങ് സ്വർഗത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റ് കൈ കിട്ടും. അവർക്കിപ്പോൾ കൊടുത്തിരിക്കുന്നത് രൂത്തിൻ്റെ പുസ്തകവും എസ്തറിൻ്റെ പുസ്തകവും. അത് നല്ലവണ്ണം വായിച്ചിട്ട് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു വിവരണം തരിക എന്നാണ്. എന്താണ് എസ്തറിൻ്റെ പുസ്തകം, എന്താണ് രൂത്തിൻ്റെ പുസ്തകം, അത് വായിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാകും. എന്നാൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമെന്നല്ല, നിങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിക്കണം. ഏതൊക്കെ എന്നാൽ വേറൊരു വിധത്തിലാകരുത്. എന്താ നിങ്ങൾക്ക് ദിയസ്കോറോസിന് അറിയേണ്ട സംഗതി ഞാൻ പറഞ്ഞുതരാം. ദിയസ്കോറോസ് എന്നോട് ചോദ്യയില് ഞാൻ പറഞ്ഞുതരാം. രൂത്തിൻ്റെ പുസ്തകത്തിലേതും എസ്തറിൻ്റെ പുസ്തകത്തിലും അതിലെന്തുമായി എഴുതിയിരിക്കുന്നത്, അതെന്തൊക്കെയാണ് അതിലുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനെക്കുറിച്ച് എന്താണ് അറിയേണ്ടത് നിങ്ങൾക്ക്, അതിനെക്കുറിച്ച് എന്താ വിശദീകരണം നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത്? ഒന്നുമല്ല. പഴയ കാലത്ത് ആദിയിൽ ദൈവം ആദാമിനെയും ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു. ആദാമിനെയും ഹവ്വായെയും. ആദാമിൻ്റെ അടുത്ത് സാത്താൻ പോയില്ല. ഹവ്വായുടെ അടുത്ത് പാമ്പിൻ്റെ രൂപത്തിൽ ചെന്നിട്ട് നിന്നോടിങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, കുഴപ്പമില്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും, ആ ഫലം ഭക്ഷിക്കുവെന്ന് പറഞ്ഞു. അവളെ കൊണ്ട് പാപം ചെയ്യിച്ചു. ആ പരിപാടിയാണ് ഇപ്പോൾ പുരോഹിതവർഗം പാമ്പിൻ്റെ വേഷം മാറിയിട്ട് പലതരം കുപ്പായങ്ങൾ ഇട്ടുകൊണ്ട് സ്ത്രീകളെ വശീകരിച്ച് അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന, ഈ സ്ത്രീകൾ ഇവർ കുടുംബിനികളല്ലയോ? അവരുടെ വീട്ടിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഒരു വീടിൻ്റെ വിളക്ക് കുടുംബിനിയാണെന്ന്. അല്ലയോ മെത്രാനെ? ദരിദ്രവാസികളെ, നിങ്ങൾ തന്നെ പറയുകയും ചെയ്യും, നിങ്ങൾ തന്നെ തെറ്റ് ചെയ്യുകയും ചെയ്യും. വീടിൻ്റെ വിളക്ക് കുടുംബിനിയാണ്. ആ കുടുംബിനി വീട്ടിൽ നിന്നിറങ്ങി രാവിലെ ക്ലാസും പുസ്തകവും പഠിച്ച് എക്സാം എഴുതി വീട്ടിൽ വരുമ്പോൾ ഭർത്താവും കുഞ്ഞുങ്ങളും ഇരുട്ടത്തിരിക്കുന്നു. നിങ്ങൾക്ക് നാണമില്ലല്ലോ പെണ്ണുങ്ങളെ, നിങ്ങൾ ഈ പുരോഹിത വർഗത്തിൻ്റെ വാക്ക് കേട്ട് പോകാനായിട്ട്. നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല. നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പോകണം, ആരും പോയില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകണം. പുരോഹിത വർഗവും മെത്രാന്മാരും പറയുന്നത് കേട്ട ഉടനെ ഞങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പോകാം. അല്ലെങ്കിൽ എക്സാം എഴുതി ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ ഉടനെ പ്രൊമോഷൻ. അത് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഒരു പുരോഹിതൻ ഒരു വ്യഭിചാരവൃത്തി ചെയ്തിട്ട് വന്നാൽ അവനെ ഉടനെ കോർപ്പിസ്കോപ്പായിട്ട് പ്രമോഷൻ കൊടുക്കും. അല്ലാതെ നിങ്ങൾക്കൊന്നും കിട്ടും. നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഏതായാലുമുള്ള മക്കളെ, നിങ്ങൾ ദിയസ്കോറോസ് പറഞ്ഞ പോലെ രൂത്തിൻ്റെയും എസ്തറിൻ്റെയും പുസ്തകം വായിച്ച് നല്ലപോലെ ഒരു സമ്മറി എഴുതി കൊടുക്കുക. അദ്ദേഹം വായിച്ചൊന്നും സന്തോഷിക്കട്ടെ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇനിയും എനിക്ക് പറയാനുള്ളത് ഓർത്തോ സഭയെക്കുറിച്ചാണ്. ഓർത്തോ സഭ ഇപ്പോഴും ആർക്കെങ്കിലും കാതോലിക്കല്ല, ഏതെങ്കിലും മെത്രാനല്ല, പുരോഹിതനല്ല, ആർക്കെങ്കിലും പറയാമോ
ഓർത്തോ സഭ സ്ഥാപിച്ചതാരാണ്? തോമാസ് ലീഗ സ്ഥാപിച്ചതാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. ആന്നോ? തോമാസ് ലീഗ വന്നിട്ട് ഏത് സഭയാണ് സ്ഥാപിച്ചത്? ദൈവം സഭ സ്ഥാപിച്ചില്ല, പിന്നെ തോമാസ് ലീഗ. എന്നിട്ട് തോമാസ് ലീഗ സ്ഥാപിച്ച സഭ തോമാസ് ലീഗയുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന കാതോലിക്ക ബാബ. ഞാൻ നിങ്ങളോടൊക്കെ ഒരു ചോദ്യം ചോദിക്കാം, വിശ്വാസികളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ എല്ലാ വിവാഹ കൂതാശയിലും ഒരു ചരമം നടന്നാൽ അവിടെയും എല്ലാം പോകും. അപ്പോൾ നിങ്ങൾ അവിടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം പങ്കെടുക്കും, പ്രതിവാക്യം ചൊല്ലും, വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളോട് ഒരു ചോദ്യം എനിക്ക്, ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മരിച്ച വീട്ടിൽ ഏതെങ്കിലും ഒരു മുറിയിലൊരു കട്ടിൽ വെച്ചിട്ട് ആ കട്ടിലൊരു വെള്ളം ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ഒരു ബൈബിൾ ആ കട്ടിൽ നടുക്ക് വെക്കും. എന്തിനാണ്? ബൈബിൾ എന്തുവാ മരിച്ച മനുഷ്യന് തുല്യമാണോ? ജീവനുള്ള വേദപുസ്തകത്തെ നിങ്ങൾ മരിച്ച മനുഷ്യന് തുല്യനാക്കുന്നു. ഇതാണ് ഓർത്തഡോക്സ് സഭയുടെ മാജിക്ക്. നിങ്ങൾ വിചാരിക്കുന്ന ഏതാണ്ട് വലിയ കാര്യമാണെന്ന്. വിശുദ്ധ വേദപുസ്തകത്തെ, ജീവനുള്ള വേദപുസ്തകത്തെ ജീവനില്ലാത്ത മനുഷ്യൻ്റെ രീതിയിലാക്കി അവിടെ വെച്ചിരിക്കുന്നു കട്ടില്. അതുകൊണ്ട് എന്താ വല്ല പ്രയോജനമുണ്ടോ? ഉണ്ട്. അത് കാണുന്ന ഒരാളുണ്ട്. ബൈബിൾ എഴുതിയതാരാ? നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അല്ല, പഴയ പിതാക്കന്മാർ എഴുതിയവർ. ആ എഴുതിയത് ഈ ബൈബിളിലുള്ളതൊക്കെ ജീവനുള്ള വാക്യങ്ങളാണ്, വചനങ്ങളാണ്. ആ വചനത്തെ നിങ്ങൾ ജീവനില്ലാത്ത ശരീരമാക്കി തീർക്കുന്നു. അതുപോട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ മരിച്ചാൽ വീടിനകത്ത് വെച്ച് 2 പ്രാർത്ഥന, വീടിന് പുറത്ത് വെച്ചൊരു പ്രാർത്ഥന. ഏതായാലും ഒരു ഉദ്ദേശമില്ലാത്ത ഒരു കാര്യം ചെയ്യത്തില്ലല്ലോ. ഈ 3 പ്രാർത്ഥനയുടെ ഉദ്ദേശം, ഞാൻ ഒരു കാര്യം പറയാം, പുരോഹിതവർഗമേ, നിങ്ങൾക്ക് വായി തോന്നുന്നത് വിളിച്ച് പറയരുത്, ശരിയായിട്ടുള്ള ഉത്തരം തരണം. ഈ 3 പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ്? പുരോഹിതവർഗം തന്നെ പറയണം, അല്ലെങ്കിൽ അൽമാരിൽ ഉണ്ട് പുത്തകായ പള്ളിയിൽ പ്രസംഗിക്കാൻ നല്ല ബിരുദരായ 3-4 പ്രാസംഗികരുണ്ട്, അവരാണെങ്കിലും പറയാം. അവരോടാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴേ. അവരുടെ പേര് വേണമെങ്കിൽ ഞാൻ എടുക്കാം. വേണ്ട, നിങ്ങൾ പറയും. ഇനി 3 പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്തുവാ? ഇനിയും അത് പോകട്ടെ, അതിനൊന്നും നിങ്ങൾ ഉത്തരം തരത്തില്ല. നിങ്ങളല്ല, നിങ്ങളുടെ കാതോലിക്കാവോ ഉത്തരം തരത്തില്ല. ഇനിയും ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത സമയത്ത് സെറാഫി മെത്രാൻ എന്ന് പറഞ്ഞ്, അതായത് ആദ്യം ബാംഗ്ലൂരും ഇപ്പോൾ തുമ്പോൺ മദ്രാസിൽ ഇരിക്കുന്ന സെറാഫി മെത്രാൻ, ഈ കഴിഞ്ഞ വർഷം മുളക്കര ഹോട്ടലിൽ YMCAയുടെ പ്രവർത്തനോദ്ഘാടനം ചെയ്യാൻ വന്ന മെത്രാൻ പറഞ്ഞു, കുംഭസാരവും പാപമോചനവും അപ്പോസ്തലന്മാർ മുഖേന ഞങ്ങൾക്ക് കൈവശം കിട്ടിയതാണെന്ന്. ഏത് ബൈബിളിലാണ് എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ക്രിസ്തു ലോകത്തിൽ വന്ന കാലത്ത് ഏത് പുരോഹിതൻ, അല്ലെ മഹാപുരോഹിതൻ ക്രിസ്തുവിൻ്റെ അടുത്തുണ്ടായിരുന്നു? അല്ലെങ്കിൽ ക്രിസ്തു ഏത് പുരോഹിതനോടോ അല്ലെ മഹാപുരോഹിതനോടോ നീ ഈ കാര്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്? വേണ്ട. അപ്പോസ്തലന്മാർക്ക് പോകുമ്പോൾ പറഞ്ഞു കൊടുത്ത് ഓരോരോ അധികാരമുണ്ട്. ആ അധികാരം നിങ്ങളുടെ കാലശേഷം പുരോഹിതവർഗത്തിൽ കൈമാറാൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ?
ഇല്ല. സെറാഫീം, നീയല്ല, നിന്റെ കുടുംബം കള്ളം പറഞ്ഞാലും ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. നിനക്ക് ചുണയുണ്ടെ പറ, ഏത് അപ്പോസ്തലനാണ് നിങ്ങൾക്ക് കുംഭസാരവും പാപമോചനവും തരാനുള്ള അധികാരം തന്നത്? ഓർത്തസഭയ്ക്ക് എത്ര മെത്രാന്മാരെ തോമാശ്രീയ വായിച്ചു തന്നു? ഓർത്തസഭ തോമാശ്രീയ ഉണ്ടാക്കിയതാണെങ്കിൽ തോമാശ്രീയെ എത്ര പേരെ വായിച്ചു? എത്ര മെത്രാപ്പോലിത്തമാരെ വായിച്ചു? എത്ര പുരോഹിതന്മാരെ വായിച്ചു? ഏത് കാലത്താണ് ഇന്ത്യയിൽ ഈ കുർബാന വന്നത്? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ഈ കുർബാനയെന്നും പറഞ്ഞ് വളരെ വളരെ വലിയൊരു ഉച്ചത്തിൽ ഓരോ കാര്യം ചെയ്യുന്നു. ഇത് നിങ്ങളെ ആരെ ഏൽപ്പിച്ചു? കുർബാന ദൈവം ഏൽപ്പിച്ചോ? ദൈവം തൻ്റെ ശിഷ്യന്മാരുമായി മാളിക മുറിയിൽ പെസഹ ജനിച്ചപ്പോൾ അപ്പമെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു, വീഞ്ഞെടുത്ത് വാഴ്ത്തിക്കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ വരുവോളം നിങ്ങൾ ഇത് ചെയ്യുവിൻ. ആരോടാ? ശിഷ്യന്മാർ, അതായത് അപ്പോസ്തലന്മാരോട്. അല്ലാതെ ദരിദ്രവാസി, നിങ്ങൾ പുരോഹിത വർഗത്തോടല്ല. നിങ്ങൾ പുരോഹിത വർഗം ഏതെങ്കിലും ഒരു ദരിദ്രവാസി അന്ന് ദൈവം ലോകത്തിലുണ്ടായിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ അടുത്തുണ്ടായിരുന്നോ? ഇല്ല. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയെല്ലാം. നിങ്ങളെ ആരാ കുംഭസാരവും വിവാഹവും മാമോദിസായും ഇത് മരണാനന്ത ശുശ്രൂഷയും ചെയ്യാനുള്ള ഈ ചൊല്ല്, ഈ ഏർപ്പാട് ചെയ്യാനായിട്ട് നിങ്ങളെ ആരേൽപ്പിച്ചതാണ്? അങ്ങനെ ആയിരുന്നെങ്കിൽ യേശു മരിച്ച് ക്രൂശിൽ നിറക്കിയപ്പോൾ അന്ന് ശവമടക്കത്തിന് നിങ്ങൾ അവിടെ കണ്ടേനവല്ലോ. അന്ന് ആരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? എത്ര പേരുണ്ടായിരുന്നു? യേശുവിൻ്റെ ശിഷ്യൻ മാത്രം. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ എടുക്കാൻ ഒക്കത്തില്ല, മറന്നുപോയി. അല്ലാതെ നിങ്ങൾ ഒരു പുരോഹിതമില്ലായിരുന്നു. അന്ന് പുരോഹിത വർഗമില്ലായിരുന്നു. ഉണ്ടായിരുന്നു. ശൗൽ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നതിന് ശേഷം നേരെ പോയത് മഹാപുരോഹിതൻ്റെ അടുത്തേക്കാണ്. ഇന്ന് ദമസ്കോസിൽ പോയി അവിടെ പള്ളികളിലുള്ള ജെറുസലേമിൽ നിന്നെല്ലാം ക്രിസ്ത്യാനികൾ ഓടിച്ചോടിപ്പോയി ദമസ്കോസിൽ പോയി അവിടെയുള്ള ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാനുള്ള അധികാരത്തിനുള്ള കത്ത് കിട്ടുവാനായിട്ട് മഹാപുരോഹിതൻ്റെ അടുത്ത് ചെന്നു. മഹാപുരോഹിതൻ ഉടനെ എഴുതി കൊടുത്തു. അല്ലെങ്കിൽ അവൻ്റെ കഴുത്ത് കാണത്തില്ലെന്ന് അവനറിയാം. അവൻ എഴുതി കൊടുത്തു. അവനെന്താ നഷ്ടം? ക്രിസ്ത്യാനി പോലെ അത് തന്നെ കഴിഞ്ഞ കാലൻ കൊണ്ടുപോയ കാതോലിക്ക, അതായത് ക്യാൻസർ വന്ന് പരുവല ആശുപത്രി കിടന്ന മെത്രാൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത്, 8 പേര് മരിച്ചാലെന്താ, ഞങ്ങൾക്ക് പള്ളി മതി. അത് തന്നെയാണ് ഈ മഹാപുരോഹിതൻ ചിന്തിച്ചത്. വിശ്വാസികളാവും പിടിച്ചുകൊണ്ട് വന്ന് പീഡിപ്പിച്ചോട്ടെ, എനിക്കെൻ്റെ ജീവൻ മതി. അവൻ ഉടനെ കത്ത് കൊടുത്തു ശൗലിന്. നിങ്ങൾ വായിക്കിന്. അല്ലയോ പുരോഹിത വർഗമേ, നാണമില്ലാത്തവരെ, നിങ്ങളോട് ഞാൻ ഇനിയും പറയുക. ഇനിയും പുത്തങ്ങ വലിയ പള്ളി, സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ഇന്നത്തെ കാലത്തല്ല തീർത്ഥാടന കേന്ദ്രമാക്കിയത്. വർഷങ്ങൾക്ക് മുമ്പ് തീർത്ഥാടന കേന്ദ്രമാക്കി ഭംഗിയായിട്ട് നടക്കുമായിരുന്നു. അവിടെ തീർത്ഥാടകരധികം ഒന്നും വരാറില്ലായിരുന്നു. വല്ലപ്പോഴും വെളിരാജ്യത്തു നിന്ന് വരുന്നവർ വന്ന് കാണുകയും ഫോട്ടോ എടുത്തൊക്കെ പോവുകയുള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ തീർത്ഥാടന കേന്ദ്രം ഒരു ജയിലായി മാറിയിരിക്കുകയാണ് വിശ്വാസികളെന്ന് പറഞ്ഞാൽ സാധാരണ വിശ്വാസികളല്ല, നല്ലവരായ പരിശുദ്ധരായ വിശ്വാസികൾ വിശേഷ ദിവസങ്ങളിൽ പള്ളി ചെല്ലുമ്പോൾ പള്ളി തുറന്ന് വച്ചിരിക്കുകയാണ്. അവർക്ക് കുമ്പസാരിക്കാനും കുർബാന കൊല്ലാനും. നിങ്ങളോട് ആര് പറഞ്ഞു പുരോഹിതൻ്റെ അടുത്ത് കുമ്പസാരിക്കണമെന്ന്? നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? അല്ല വിശ്വാസികളെ, നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ?
പുരോഹിതൻ്റെ അടുത്ത് കുമ്പസാരിക്കണമെന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കുമ്പസാരിച്ച് കുർബാന ചൊല്ലാണ്ട് നിങ്ങൾക്ക് വാതിൽ തുറന്നിട്ടിരിക്കുക. എന്നാൽ സാധാരണ ദിവസങ്ങളിൽ ഏതെങ്കിലും എത്രയോ പേര് പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ വരും. അവർ കിളിവാതിലിൽ കൂടി വേണം ദേവാലയത്തിൽ കയറാൻ. അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ ദേവാലയത്തിൽ പുത്തകായ പള്ളിയിൽ വരുന്നവർ തിരുമേനിയുടെ കവറിങ്ങിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ടാണ് പ്രധാനമായും വരുന്നത്. അതിനവർ മെഴുകുതിരിയും കൊണ്ട് ദേവാലയത്തിനകത്ത് കയറി തൂക്കുവിളക്കിൽ നിന്ന് മെഴുകുതിരി കത്തിച്ച് വാതിൽക്ക് കൂടെ ഇറങ്ങി തിരുമേനിയുടെ കവറിങ്ങിൻ്റെ വെളിയിലുള്ള മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലത്ത് പോയി കത്തിക്കുമായിരുന്നു. ഇന്ന് ഒരു മനുഷ്യൻ മെഴുകുതിരി കത്തിക്കാനായിട്ട് ദേവാലയത്തിനകത്ത് കയറിയാൽ അവൻ ഇറങ്ങണമെങ്കിൽ അവൻ്റെ ഡ്രസ്സ് തീ കത്താതെ ഇറങ്ങത്തില്ല. കാരണം 2.5-3 അടി നീളമുള്ള ഒരു വാതിലാണ് നെറ്റിട്ട് പള്ളിക്കകത്തേക്ക് കയറാനായിട്ട് വച്ചിരിക്കുന്നത്. നോക്കണം, ആ വാതിലിന്, ആ വലിയ വാതിലിൻ്റെ അടിയിലത്തെ പടിയെന്ന് പറഞ്ഞാൽ 1 അടി കിടരമുള്ളതാണ്. ഒരു മനുഷ്യൻ ആ പള്ളിക്കകത്ത് കയറണമെങ്കിൽ ആ പടിയുടെ പുറത്തുകൂടെ കാലെടുത്ത് അകത്ത് വെക്കണം. അകത്ത് മെഴുകുതിരി കൊണ്ടുപോയ മനുഷ്യൻ മെഴുകുതിരി കത്തിച്ചേച്ച് വാർക്ക വന്നാൽ ഒരു കയ്യിൽ മെഴുകുതിരി, അവൻ ഈ പടി കടക്കണമെങ്കിൽ നെറ്റിട്ട ഡോർ തുറക്കണം. അത് മാഗ്നറ്റിക് പിടിപ്പിച്ചിട്ടുള്ളതാണ്. പ്രസ് ചെയ്ത് തുറന്ന് വേണം ഇറങ്ങാൻ. പ്രസ് ചെയ്ത് കാല് പൊക്കി വെക്കണമെങ്കിൽ അവൻ്റെ മുണ്ടുകൂടെ അവൻ പിടിക്കണം. ഇവൻ എങ്ങനെ വെളിയിലിറങ്ങും? അപ്പം ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞല്ലോ. ഞാൻ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് ദേവാലയത്തിൽ ചെന്നപ്പോൾ ദേവാലയത്തിൽ അകത്ത് 2-3 കസേര നീക്കിയിട്ടേച്ച് അവിടെ മേളിൽ നിന്ന് കാർപ്പറ്റെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ അന്നേരം തന്നെ തന്നെ ലൈവ് ഇട്ടു. എങ്കിലും അത് കണ്ടതിൽ പിറ്റേ ദിവസം ഞാൻ രാവിലെ ചെന്നപ്പോൾ ട്രസ്റ്റി, ഞാൻ അപ്പോൾ ചെന്നപ്പോൾ ഒരു ബക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ തലേദിവസത്തെ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ച് ഓരോന്ന് പറഞ്ഞു. ഏതായാലും കൊള്ളാം. പിറ്റേ ദിവസം ചെന്നപ്പോൾ ഒരു ബക്കറ്റ് അവിടെ ഇരിപ്പുണ്ട്. ആ ബക്കറ്റിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ട്രസ്റ്റ് വന്നു എന്തൊടുക്കുക. ഞാൻ പറഞ്ഞു, പള്ളിക്കകത്ത് വെള്ളം വീഴുന്നു, അവിടെ ഒരു ബക്കറ്റ് ഇരിക്കുന്നു, അതിൻ്റെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുക്കണമെങ്കിൽ 2000 രൂപ കെട്ടി വെക്കണം. ഞാൻ ചോദിച്ചു, എവിടെ വെച്ച് എഴുതി വെച്ചിരിക്കുന്നതാണ് ദരിദ്രവാസി? അത് ഓഫീസിലുണ്ട്. അത് ഓഫീസിൽ നിൻ്റെ വീട്ടിൽ നിൻ്റെ തലയുടെ അടി വെക്കടാ. ഇവിടെ പള്ളി പ്രദർശിപ്പിക്കണ പള്ളിയുടെ വെളിയിൽ എഴുതി വയ്ക്ക്, ഫോട്ടോ എടുക്കണമെങ്കിൽ 2000 രൂപ വേണമെന്ന്. എന്നിട്ട് ഈ ട്രസ്റ്റി എന്നോട് പറഞ്ഞത്, ഇവിടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളുടെ ആൾക്കാരുണ്ട്. ഞാൻ ചോദിച്ചു, അതുകൊണ്ടാണോ ഈ പള്ളിക്കകത്ത് ഈ വെള്ളം വീണുകൊണ്ടിരിക്കുന്നത്? ഈ കസേര മാറ്റിയിട്ട വ്യക്തിക്ക് ആ വെള്ളം വീഴുന്നിടത്തൊരു ബക്കറ്റ് എടുത്ത് വെക്കാൻ മനസ്ഥിതി ഉണ്ടാകാൻ എന്തുകൊണ്ടാണ്? അത് വേണ്ടുമ്പോൾ ചെയ്തോളും. അത് കേട്ടപ്പോൾ എനിക്ക് സാധാരണ രൂപത്തിൽ തോന്നി. പക്ഷെങ്കിൽ ഒരു ദേവാലയത്തിൽ അത് പറ്റത്തില്ല. അതുകൊണ്ട് ഞാനത് ഒതുക്കി. അവൻ പറയുക, ഞങ്ങൾ പള്ളിക്കാരുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. നിങ്ങൾക്ക് ഞാൻ ചോദിച്ചു, ചെറിയ കിളിക്കൂട് എന്തിനാണ് ഉണ്ടാക്കി വെച്ച്? അത് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ട്. ഞങ്ങളിവിടെ 750 വീട്ടുകാരുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞു, ചെയ്തോളീൻ. കാരണം ഇവരുടെ സ്വാതന്ത്ര്യം ഇവരുടെ വീട്ടിലൊക്കത്തില്ല. ഇവരുടെ വീട്ടിൽ ഇങ്ങനൊരു ഒരു വീട്ടിലെ ഒരു ചോർച്ച ഉണ്ടായാൽ അവിടെ എന്തെങ്കിലും ചെയ്തില്ലേ ഭാര്യയും മക്കളും കൂടെ അവനെ അടിച്ചിറക്കും.
അല്ലാതെ അവൻ്റെ സ്വന്തം ഇഷ്ടമൊന്നും അവിടെ നടക്കത്തില്ല. പള്ളി നടക്കുമെന്ന് പറഞ്ഞാൽ ചോദിക്കാൻ ആരുണ്ട്? പുരോഹിതന് പള്ളി ഉണ്ടെങ്കിലോ എന്തുണ്ടെങ്കിലോ ഒരു പ്രശ്നമില്ല, പള്ളി ഇല്ലെങ്കിലും പ്രശ്നമില്ല, കുർബാന ചൊല്ലിയില്ലെങ്കിലും ആ പുരോഹിതന് തൻ്റെ ശമ്പളം കിട്ടും. വന്നിരുന്നാൽ വാച്ചുവാൻ പോയി കാപ്പി മേടിച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം, ഞാൻ ആ പള്ളിക്കകത്ത് നിന്ന് കസേര മാറ്റിയിട്ടിരിക്കുന്നതും അവിടെ വെള്ളം വീണതും കണ്ട് ഫോട്ടോ വീഡിയോ എടുത്ത് വെളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ നല്ല മനുഷ്യൻ, കസേര മാറ്റിയിട്ട നല്ല മനുഷ്യൻ തെക്കേ വരാന്തയിൽ കാലും വെച്ചിരിപ്പുണ്ട്. ഒരു മനുഷ്യനെ ഏത് സ്ഥലത്ത് അപ്പോയിൻ്റ് ചെയ്താലും അവൻ ഇന്ന ജോലിയുണ്ടെന്ന് അവനോട് പറഞ്ഞു കൊടുക്കും. നോക്കി കണ്ട് ചെയ്യണം. ഇവിടെ പുത്തകായപ്പള്ളിയിൽ അതില്ല. പുത്തകായപ്പള്ളിയിൽ അതില്ല. വാച്ചുവാനും എല്ലാവരും വലിയ ആൾക്കാരാണ്. അവർ പറയുന്നത് മറ്റുള്ളവർ കേട്ട് നിന്നോണം. പറഞ്ഞു തരാം. കഴിഞ്ഞ കാതോലിക്കാതിര പിരിവിന് 50 ലക്ഷത്തിൽ കൂടുതൽ 50,000 അകത്തെ കൂടുതൽ പൈസ മോഷണം പോയി. അതിനെക്കുറിച്ച് പൊതുയോഗത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ വെളിയിൽ നിന്ന് കേൾക്കുകയാണ്. പുരോഹിതൻ പറഞ്ഞു ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞ എന്തുവാ, നമ്മൾ കേട്ടുപോലൊന്നും പോയിട്ടില്ല, 50,000 കൂടുതലൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു എക്സ്ക്യൂസ് തരികയാണ്. ആരൊക്കെ പൈസ കുറച്ച് തന്നിട്ടുണ്ടെങ്കിലും അവരുടെ പേരിൽ അത് ഒരു ക്രെഡിറ്റ്, ഒരു ബാലൻസ് എഴുതി വെക്കത്തില്ല, എക്സ്ക്യൂസ് വന്നിരിക്കുന്നു. എന്തുകൊണ്ട്? നീ കൂടെ അതിനകത്ത് ഇൻവോൾവാണ് ആ മോഷണത്തിന്. അല്ലെങ്കിൽ ആദ്യത്തെ ഈ കവർ പൊട്ടിക്കുന്ന ആള് ഈ എല്ലാ കവറിൻ്റെയും പുറത്ത് ഇത്ര രൂപ എഴുതിയിട്ടുണ്ട്. അത് കള്ളമോ സത്യമോ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്നാലും കവർ പൊട്ടിക്കുമ്പോൾ കവറിൻ്റെ പുറത്ത് എത്ര രൂപ എഴുതിയിട്ടുണ്ട്. കവർ പൊട്ടിച്ചപ്പോൾ അതിനകത്ത് കുറവാണെങ്കിൽ അവൻ ആ കവർ അവിടെ വെച്ച് ഉടനെ ആ ആളിനെ വിളിക്കണം. എല്ലാവന്മാരുടെയും ടെലിഫോൺ നമ്പർ ഇവൻ്റെയൊക്കെ മറ്റിടത്തിരിപ്പുണ്ട്. ഒന്ന് വിളിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ ട്രസ്റ്റിയെ വിളിക്കാം, സെക്രട്ടറിയെ വിളിക്കാം, വികാരിയെ വിളിച്ച് വിവരം പറയാം. പറഞ്ഞില്ല. എന്തുകൊണ്ട്? 50,000 ചില്ലുവാനോ ഒന്നുമല്ല, കണക്കിന്നും അവർ പറയത്തില്ല. ആ കാശ് 50,000 രൂപ പോകുന്നിടം വരെ ആരും അനങ്ങിയില്ല. ഈ കവർ പൊട്ടിച്ച് കണക്കെഴുതുന്ന ആൾ ആ സീക്രട്ട് പുറത്ത് വിട്ടില്ല. അപ്പോൾ ഈ പ്രസംഗം പൊതുയോഗം കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ട്രസ്റ്റിയെ പിടിച്ചു ചോദിച്ചു, എന്തുവാ? ഉടനെ പറഞ്ഞു, വച്ചാ ഓഫീസ് കെട്ടിടത്തിന് 2 വാതിലാണ്, ഇടത്തും 2 വാതിലാണ് വെളിയിലോട്ടുള്ളത്, 2നും ലോക്കില്ല. ഇതാരുടെ കുഴപ്പമാണ്? എൻ്റെ കുഴപ്പമാണോ? ഈ നാട് എന്തിനു പിന്നെ ഏറ്റെടുത്തു? ഇവൻ ഏറ്റെടുത്ത സമയത്തെങ്കിലും ആ 2 ലോക്ക് അവിടെ ഫിറ്റ് ചെയ്യരുതോ? ആരെയാ നീ കുറ്റം പറയുന്നത്? നീ എന്തിനാണ് ജോലിക്ക് കയറി ഈ ട്രസ്റ്റി സ്ഥാനം എന്തിനാണ് എടുത്തത്? നിനക്കറിയത്തില്ലായിരുന്നു ഇവിടെ ലോക്കില്ലെന്ന്? 2 ലോക്ക് ഉടനെ തന്നെ വിറ്റണം. നിനക്ക് ഓഫീസ്, വികാരിക്ക് ടേബിള്, മറ്റവന് ടേബിള്, വലിയ ബോർഡുകൾ, 2 കസേരകൾ, ട്രസ്റ്റിയുടെ ബോർഡ്, സെക്രട്ടറിയുടെ ബോർഡ്, കസേര പരവതാനി. എന്നാലും ആ കെട്ടിടത്തിൻ്റെ 2 വെളിയിലേക്കുള്ള 2 വാതിലിന് ലോക്കില്ലെന്ന് പറയാൻ നാണമില്ലാത്ത ദരിദ്രവാസിയായ ട്രസ്റ്റി ആയിരുന്നു അന്നുള്ളത്. ഇപ്പോൾ ഇതേ പറയുന്നുള്ളൂ. നിങ്ങൾ വിചാരിക്കരുത് സഹോദരങ്ങളെ, നിങ്ങൾ വിചാരിക്കരുത്
ട്രസ്റ്റിയോ സെക്രട്ടറിയോ ഒരു പുരോഹിതനോ വരുന്നത് അവർ പള്ളിയെ നന്നാക്കാനോ പള്ളിയിൽ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യാനോ ഉള്ള രീതിയിൽ പ്രവർത്തിക്കാനോ അല്ല. അവരവരുടെ സ്വന്തം ഇഷ്ടത്തിലുള്ള പരിഷ്കാരങ്ങൾ വരുത്താനാണ്. ആയിക്കോട്ടെ, വരുത്തിക്കോ മക്കളെ, ഇനിയും വരുത്തിക്കോ. ഒന്ന് ഞാൻ ഇതുവരെ റിലേ ചെയ്തിട്ടില്ല ഒരു വീഡിയോ, അതിനി ചെയ്യും. 2 ദിവസം കൂടെ കഴിയട്ടെ. പിള്ളേർ സ്കൂളിൽ വരുന്നവരെ പ്രാർത്ഥിക്കാനായിട്ട് എല്ലാ പിള്ളേരും പള്ളിയിൽ വരും. അവരാ പള്ളിയിൽ എങ്ങനെ കയറുന്നു ഇറങ്ങുന്നു എന്ന് കണ്ടിട്ട് അതിൻ്റെ വീഡിയോ കൂടെ എടുത്തിട്ട് ദരിദ്രവാസി, ട്രസ്റ്റി, സെക്രട്ടറി, അതിലും വലിയ അന്ധവിശ്വാസിയും വിഗ്രഹാരാധനുമായ പുരോഹിത, നിങ്ങളെ ഞാൻ പിടിച്ചോളാം. ഒന്നുകിൽ നിങ്ങൾ നേരെയാകണം, നിങ്ങൾ പള്ളിയെ നേരെയാം വിധത്തിൽ നയിക്കണം. അല്ലെങ്കിൽ അല്ലെങ്കിൽ പള്ളി നേരെയായി നിങ്ങൾ നയിക്കണം. അല്ലെങ്കിൽ ഞാൻ വിടത്തില്ല. ലൈവ് ഇനിയും വരും, പറഞ്ഞു തരാം. എല്ലാ ദിവസവും ഞാൻ പള്ളി വരുന്നുണ്ട്. ഞാൻ കാണുന്നതിൻ്റെ ലൈവിടും. നിങ്ങൾ ആരും എന്നെ ഒന്നും ചെയ്യാനില്ല. ഇവൻ പറഞ്ഞു, ട്രസ്റ്റ് പറഞ്ഞു, സൈബർ സെല്ലിൽ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു, നീ പോയി പറയടാ, സൈബർ സെല്ലിൽ പോയി പറ. എന്താ പറഞ്ഞില്ലല്ലോ. അല്ലെന്താ പുരോഹിതം വരുമെന്ന് പറഞ്ഞിട്ട് വരാഞ്ഞ എന്താ? അവനെന്നാ ഒരു ശകലം പ്രയാസം വരും എന്നെ മുന്നേ വരാൻ. നീ സൈബർ സെല്ലിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ റെക്കോർഡ് കൊണ്ട് പള്ളിക്കകത്ത് നടന്ന സംഭവങ്ങളുടെ അത് ഞാൻ അവരെ കാണിക്കും. നീ എന്തുകൊണ്ട് നീ ചെയ്യേണ്ട ജോലി ചെയ്തില്ല എന്ന് അവർ ചോദിച്ചാൽ നിൻ്റെ വായിൽ അന്നേരം എന്തായിരിക്കും കിട്ടുക? അത്രേ പറയാനുള്ളൂ. ഏതായാലും പുത്തങ്കായ പള്ളിയിൽ 2 പുരോഹിതന്മാർ വന്നു. ഒന്ന് ഫാദർ വിമൽ മാമൻ ചെറിയാനച്ഛൻ, അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തോമസ് പി നൈനാനച്ഛൻ. 2 പേരും വന്ന് പള്ളിയെ ഒരു വിധത്തിൽ ശരിയാക്കിയിട്ടുണ്ട്. 6 വർഷമായിട്ട് വടക്കേ വരാന്തയിൽ ഈ ചാരുവഞ്ചയിൽ വെള്ളം വീണുകൊണ്ടിരിക്കുക. മഴ പെയ്താൽ ഇതുവരെ അത് ശരിയാക്കിയിട്ടില്ല. ഇപ്പോൾ വരാന്തയിലും ഇവരെ മേളിൽ 250 വർഷം പഴക്കമുള്ള പള്ളിയുടെ മണ്ടയിലെ ഓടിന് പെയിൻ്റ് അടിച്ചു. ആ അടിച്ച കൂട്ടത്തിൽ എത്ര ഓട് പൊട്ടി വരാന്തയിൽ. ഇപ്പോൾ വരാന്തയിലും വെള്ളം വീഴുക. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? കഴിഞ്ഞ ട്രസ്റ്റി മാറിപ്പോകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു ഒരാൾ, പള്ളിക്കകത്ത് ഇന്നടുത്ത് വെള്ളം വീഴുന്നുണ്ട്. ആ ട്രസ്റ്റ് വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ല. എൻ്റെ ജോലിയല്ല, കഴിഞ്ഞു, മറ്റേ ആളുടെ ജോലിയാ. ഇപ്പം അവൻ കാളെ പൂട്ടുന്നവർ അടക്കുക. കച്ചറ സ്റ്റോറിലും അവിടെ ഇവിടെയും ഏതാണ്ട് വലിയ കാര്യം ചെയ്യുന്ന പോലെ. പള്ളി ഇല്ലല്ലോ, എന്തിനാണ് നിന്നെയൊക്കെ? പള്ളി നീ ശരിയായിട്ട് നോക്കടാ. പള്ളിയുടെ കാര്യം നോക്ക്, പള്ളി നന്നാക്കാൻ നോക്ക്. പള്ളിയിൽ വരുന്നവർക്ക്, വെളിയിലിരിക്കുന്നവർക്ക് കാണാനായിട്ടുള്ള ഡിസ്പ്ലേ ബോർഡ് പോലും ഇപ്പോൾ പ്ലാസ്റ്റിക് ഇട്ട് കവർ ചെയ്ത് വച്ചിരിക്കുക. എന്തുകൊണ്ടാണ്? മഴവെള്ളം വീഴും. എന്തോ ഓടിട്ട വരാന്തയാ, അവിടെ വെള്ളം വീഴും. ഇതാ നിൻ്റെ കഴിവ്. അത് നിനക്ക് ശരിയാക്കാൻ കഴിയുന്നില്ല. ഒന്നും ചെയ്ത് നമുക്ക് ശരിയാവുന്നില്ല. ഇത് നിൻ്റെ വീട്ടിലാണെങ്കിൽ നടക്കത്തില്ലയോ? അന്ന് തന്നെ നീ അത് ശരിയാക്കും. മക്കളെ, നിങ്ങൾ നോക്കിക്കോ, നിന്നെയൊക്കെ ദൈവം പിടിക്കും. ഈ ട്രസ്റ്റിയോട് ഞാൻ പറയുകയാണ്, ഈ നിൻ്റെ കാലം കഴിയുന്നതിന് മുമ്പ് നിനക്ക് അനുഭവം കിട്ടും ദൈവത്തിൽ നിന്ന്. ഇപ്പോൾ ഇത്രേ പറയാനുള്ളൂ.